നല്ല രസം തോന്നുന്നുണ്ട്. അന്തരീക്ഷം വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് കാണുമ്പോഴുള്ള സന്തോഷം തീർച്ചയായിട്ടും മറ്റെന്ത് കണ്ടാലും കിട്ടില്ല. സംശയമുണ്ടോ? കൊച്ചളിയ നോക്ക്, ഫുട്ബോൾ. കഴുതേ, അത് നമ്മുടെ ഭൂമിയാണ്. പക്ഷെ കാണാൻ നല്ലൊരു ബോളിനെ പോലെയുണ്ട്. അമ്മാവനുണ്ടാക്കിയ ഒരു പേടകം അതിലയച്ചു നിങ്ങളെ അന്തരീക്ഷത്തിൽ. അടികൈ. അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ചെറിയ ലൈറ്റ് പോലെ ഒരു ഗ്രഹം കാണുന്നുണ്ട്. ഇവരവിടെ പോയി അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കണം. പക്ഷേ ഈ റോക്കറ്റിനെ ആരാണ് പറപ്പിക്കുന്നത്? ഞങ്ങളത് ഭൂമിയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ശരി, എന്നാ നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങളുമായി എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ നിന്നും എല്ലാം കാണാൻ സാധിക്കും. ഓക്കേ മാഡം. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് കൊച്ചു കൊച്ചു ഭൂമികൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭൂമിയല്ല, ബോംബ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. അന്തരീക്ഷത്തിലും ദീപാവലി ആഘോഷിക്കുമോ? കഴുതേ, ഇത് ദീപാവലിക്ക് പൊട്ടിക്കുന്ന ബോംബല്ല. എന്റെ കുട്ടികളെ, നിങ്ങളെ ആരോ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. മുത്തശ്ശ, ആരാണിത്? എനിക്കറിയില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ റോക്കറ്റിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പോൾ ഡാമേജ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഇനി എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക? നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യിക്കുവാൻ പോവുകയാണ്. അവിടെ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. കുറച്ചു ദിവസം അവിടെ താമസിക്ക്. ഞാൻ റെസ്ക്യൂ ടീമിനെ ഉടനെ അയക്കാം. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാല് നമ്മളെന്തോ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? കൺട്രോൾ സിസ്റ്റം ഡാമേജ് ആയിരിക്കാണ്. നമ്മൾ മാനുവലായി തന്നെ റോക്കറ്റിനെ കൺട്രോൾ ചെയ്യണം. റോക്കറ്റ് എന്തോ പ്രശ്നമായെന്നാ തോന്നുന്നേ. അല്ല അല്ല, റോക്കറ്റ് തീപിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാനും കഴിയുന്നില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. സൂക്ഷിച്ച്. അതാ നോക്ക്, വലിയൊരു കല്ല് വരുന്നുണ്ട്. ഏലിയൻസ്, രക്ഷിക്കേ, രക്ഷിക്കേ. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? നമ്മൾ ഏതോ ഗ്രഹത്തിൽ വന്നിരിക്കുന്ന തോന്നുന്നേ. Touch me not. മാറി നിൽക്ക.
വെൽക്കം വെൽക്കം. പിഗെ ഗ്രഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിഗേരിയുടെ സ്വാഗതം. മലേറിയ എന്ന് കേട്ടിട്ടുണ്ട്. ഈ പിഗേരിയ എന്ന് വെച്ചാ എന്താ? അതെന്റെ പേരാണ് ഏലിയൻ. ഏലിയൻ ഞങ്ങളല്ല, നിങ്ങളാണ്. ഹേയ്, ഹഹാ. ഹായ്, ഹായ്, ഹായ്. നിന്റെ ധൈര്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്ന് ഞങ്ങളെ തന്നെ ഏലിയൻ എന്ന് പറയുക. ഈ ഗ്രഹം ഇവരുടേതാണ് ഹണി. ഈ ഗ്രഹത്തിലേക്ക് നമ്മളാണ് വന്നത്. അതുകൊണ്ട് ഇവർക്ക് നമ്മളാണ് ഏലിയൻസ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. നീ ബുദ്ധിമാനാണല്ലോ. എന്നാ നിന്നെ തന്നെ ആദ്യം റിസർച്ച് ചെയ്ത് കളയാം. എന്ത് റിസർച്ചോ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മേൽ ബോംബ് വർഷിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് പുറത്തെടുത്ത് റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഗ്രഹത്തിൽ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് ഞങ്ങളും ഇവിടെ ചെയ്യുവാൻ പോകുന്നത്. കാരണം ഈ ഗ്രഹം എന്റേതാണ്. ഞങ്ങളെക്കാളും അധികം ബുദ്ധിയുള്ളത് ബണ്ണിക്കാണ്. സംശയമുണ്ടോ? എടാ പൊപ്പട്ടെ, നീ ആവശ്യമില്ലാതെ എന്നെ എന്തിനാ കൊടുക്കുന്നത്? അദ്ദേഹത്തിന് നിന്നെ റിസർച്ച് ചെയ്യേണ്ടത്. എന്നെ എന്തിനാ? ഹേ, 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 ഹേ. വഴക്കു വേണ്ട. ഇതെന്റെ ഗ്രഹമാ. ഞാൻ പറയുന്നതനുസരിക്കണം. മനസ്സിലായല്ലോ? നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടെ റിസർച്ച് ചെയ്യും. കാരണം ഞങ്ങളുടെ ഗ്രഹത്തിൽ ഏത് ഏലിയൻ വന്നാലും ഞങ്ങൾ അവരെ റിസർച്ച് ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാമോ ഒരാളെ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കുകയാണോ? ആദ്യം നിന്നെ ബോധം കെടുത്തണം. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ കിടത്തണം. അല്ല, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, അതെന്താണ്? നിങ്ങൾ ആദ്യം ഞങ്ങളെ പിടിക്കണം. ഓടിക്കോ. ഇങ്ങോട്ട് വാടാ കഴുതേ. പിടിക്കവരെ, പിടിക്ക. വേഗം വിടരുത്, അവരെ പിടിക്ക. അതിലേ പോ. അമ്മച്ചി, നമ്മൾ കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. കൊച്ചലെ എന്താ ചെയ്യാ? വേഗമാ മുളയെടുക്ക്. അവർ ഒരുപാട് പേരുണ്ട് ബണ്ണി, ഒരുപാട് പേര്. വേഗം എടുക്കുന്നേ, നമുക്ക് എന്തായാലും നേരിടാം. ഇടാ, ഞാൻ പറയുന്നത് കേക്ക്. അവരെ നമുക്ക് നേരിടാൻ കഴിയില്ല. കാരണം അവർ ഒരുപാട് പേരുണ്ട്. നേരിടുകയല്ല, രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഈ മുളയ്ക്ക് വലിയ ഭാരമാണ്. എനിക്ക് പൊക്കിയെടുക്കാൻ സാധിക്കില്ല. സംശയമുണ്ടോ? നിനക്കതിന്റെ ആവശ്യം എന്താണ് ഉള്ളത്? നീ പറന്നു പോവാൻ നോക്ക്. ആ വെപ്രാളത്തിനിടയ്ക്ക് ഞാനത് മറന്നുപോയി. സംശയമുണ്ടോ? വേഗം വാ, ഈ ട്രോളിൽ കയറിക്കോ. വിടരുത്, വേഗം അവരെ പിടിക്ക. എങ്ങനെയാ പിടിക്കുക? അവര് പോയല്ലോ. ട്രോളി എടുത്തോ. ആരാണ് ഇടിയേറ്റ്? ഞാൻ പീഡിയറ്റല്ലേ. വേഗം പോയി പറയുന്നത് ചെയ്യേ. ഓക്കേ. ഇഡിയറ്റ്, നമ്മുടെ വണ്ടി നശിപ്പിച്ചല്ലേ. അവരുടെ ട്രോളി നശിച്ചല്ലോ. വേഗം പോ, വേഗം പോയി അവരെ പിടിക്ക. നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നമുക്ക് ഗ്രഹത്തിന് പുറത്തു പോകാൻ കഴിയില്ല. ആക്രമിച്ചേ മതിയാകൂ. വേഗം പിടിക്കവരെ. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയുമില്ല. ഞങ്ങൾ ആയിരങ്ങളുണ്ട്. മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞങ്ങൾ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല.
എല്ലാവരും മാറി നിൽക്ക്. പേടിക്കില്ല, ഞങ്ങൾ ഒരിക്കലും പേടിക്കില്ല. ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ ബ്രെയിൻസ് റിസർച്ച് ചെയ്യാൻ നോക്കല്ലേ നിങ്ങള്? ഞങ്ങൾ ആരെയും ഇവിടെ കൊല്ലാൻ പോകുന്നില്ല. നമ്മൾ കുടുങ്ങി. ഇനി മുകളിലുള്ള ആളെ കൊണ്ട് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. സംശയമുണ്ടോ? ശത്രുക്കൾക്ക് എല്ലാവർക്കും ശത്രു. അതാണ് ഈ പിഗ്മാൻ. പിഗ്മാൻ പിഗ്മാൻ. ആരാണ് ഈ പിഗ്മാൻ? ഇവൻ എപ്പോഴും നമുക്ക് ശല്യമായിരിക്കുകയാണല്ലോ. ഗാൻഡക്കോൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവനിപ്പോൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു. ഉടൻ തന്നെ ലബോറട്ടറിയിലേക്ക് പോകാം. ഡാഡ്, ഞാൻ എന്താ എപ്പോഴും താഴേക്ക് വീണു പോകുന്നത്? ദാ നോക്കു മോനെ, ആകാശം എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ ഉണ്ടാവും. പൂച്ച എന്ന് വെച്ചാൽ നഖങ്ങൾ ഉണ്ടാവും. പലഹാരം വാങ്ങണമെങ്കിൽ നമ്മൾ പലഹാരക്കടയിൽ തന്നെ പോകണം. കയ്യിൽ മനോഹരമായ വളകൾ ഇടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ചന്തയിലേക്ക് തന്നെ പോകണം. പക്ഷെ ഡാഡ്, ഞാൻ താഴെ വീഴുന്നതിനും ഇതിനും എന്ത് ബന്ധമാണുള്ളത്? ദാ നോക്കു മോനെ, നീ പറഞ്ഞതിനും ഇതിനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്ന് എനിക്കറിയാം. സോറി ഡാഡ്, ഞാൻ അറിയാതെ ചോദിച്ചതാ. റോക്ക് ഓൺ ഡാഡ്. അതൊക്കെ പോട്ടെ മോനെ, ഇവരൊക്കെ ആരാണെന്ന് ആദ്യം പറയൂ. ഞങ്ങൾ ഈ ഗൃഹത്തിൽ വന്ന് കുടുങ്ങിയവരാണ്. ഞാൻ ഹണി, ഇത് ബണ്ണി, ഇത് സോർദാർ, ഇത് പോപ്പട്ട്. ഗ്ലാഡ് ടു മീറ്റ് യു. സുഹൃത്തുക്കളാണ് ഡാഡ്, സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. ഞങ്ങള് ഭൂമിന്ന് വരിക. ഞങ്ങളെ പിഗേറിയെ പിടികൂടിയതാ. പക്ഷെ അങ്ങയുടെ മകനാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. പിഗേറിയ? കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും പിഗേറിയും തമ്മിൽ ഒന്ന് തെറ്റി. അവൻ എന്നോട് ദേഷ്യമാണ്. എന്റെ മുഖം കാണുന്നത് പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ താമസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെങ്ങാനും എന്റെ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും ചെയ്യില്ല ചാ, ഒന്നും ചെയ്യില്ല അയാൾ, ഒന്നും ചെയ്യില്ല അയാൾ, ഒന്നും തന്നെ ചെയ്യുകയില്ല. യുണോ, പേടിക്കാതെ ഇരിക്ക്. ഇവരൊക്കെ ആരാണെന്ന് ആദ്യം പറയൂ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാ എല്ലാരും പിഗ്മാൻ എന്ന് വിളിക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ ഡാഡ്. എല്ലാരും എന്തിനാണ് എന്നെ പിഗ്മാൻ എന്ന് വിളിക്കുന്നത്? നോക്കു മോനെ, മാൻ എന്ന് വെച്ചാൽ ആണ്, ആണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും, ആർക്കും വേണ്ടാത്ത പണിയെടുക്കും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ആണെന്ന് വെച്ചാൽ അടങ്ങാത്തവനാണ്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവനുമാണ്. ഡാഡ്, എന്നെ പിഗ്മാൻ എന്ന് വിളിക്കുന്നതിനും ഇതിനും എന്ത് ബന്ധമാണുള്ളത്? ഇതാണ് നിന്റെ പ്രശ്നം. എന്തിനാണ് അവർ നിന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് നീ ഇവിടുത്തെ സൂപ്പർ ഹീറോയാ. അതുകൊണ്ടായിരിക്കാം നിന്നെ എല്ലാരും പിഗ്മാൻ എന്ന് വിളിക്കുന്നത്. ഓ യെസ് യെസ്, ഇത് തന്നെയായിരിക്കും കാരണം. ശത്രുക്കൾക്ക് എല്ലാവർക്കും ശത്രു, അതാണ് പിഗ്മാൻ. പിഗ്മാൻ പിഗ്മാൻ. അല്ല, ആരായി ശത്രു? നിങ്ങളെ ഒരുത്തും പിടിച്ചു വെച്ചിരുന്നില്ലേ? അവൻ പിഗേരിയല്ലേ, പിന്നെന്തിനാ അവനെ ശത്രു എന്ന് പറയുന്നത്? അതറിയില്ല. സ്റ്റൈലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ട് പറഞ്ഞു പോയതാ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ പറയും. തലക്കകത്ത് ഒന്നും ഇല്ലാത്തോണ്ടാണേ.
എന്റെ തലക്കകത്ത് ഒന്നുമില്ല. റോക്ക് ഓൺ ബ്രോ. നമുക്ക് എന്തായാലും ഇനി അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം. പിഗേരിയോട് ശത്രുത ഉണ്ടാക്കി നീ എന്തിനാണ് ഞങ്ങളെ രക്ഷിച്ചതാ? എനിക്ക് പിഗേരിയ എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. ഈ ഗ്രഹത്തേക്ക് ആര് തന്നെ വന്നാലും അവരുടെ ബ്രെയിൻ എടുത്ത് അവൻ റിസർച്ച് ചെയ്യും. അന്യഗ്രഹത്തിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സുഹൃത്തുക്കളായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. ഭൂമിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എന്റെ ജ്യേഷ്ഠൻ അവിടെ പോയിട്ടുണ്ട്. അവനൊരു ആസ്ട്രോനോട്ടാണ്. അയാൾ ഇപ്പൊ എവിടെയാ? എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹം ഇപ്പൊ ഭൂമി തന്നെ ഉണ്ട്. ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഭൂമിയിലെ ആൾക്കാർ നല്ലവരാണെന്ന്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നല്ലവനാണ്. നിന്റെ ചേട്ടൻ ഒന്നും തന്നെ സംഭവിക്കില്ല സുഹൃത്തെ. ഞങ്ങൾ ഭൂമിയിലേക്ക് പോയി അവനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് തിരിച്ചയക്കും. ഓ, യു ആർ സോ സ്വീറ്റ്. എന്നാൽ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? റോക്കറ്റ് കേടായി. ബ്രിഗേഡിയയുടെ ആൾക്കാർ ഇപ്പോൾ പുറകിലുണ്ട്. ഡോണ്ട് വറി ബ്രോ, അവർ ഒരിക്കലും നിങ്ങളെ കണ്ടെത്തില്ല. അല്ലേ ഡാഡ്? ശരിയാണ് മോനെ, ശരിയാണ് മോനെ, ശരിയാണ്. അവർ എവിടെയൊക്കെ പോയി അന്വേഷിച്ചാലും ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. കൊള്ളാം കൊള്ളാം, നീ അവരെ രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞാൽ അവർക്ക് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഇപ്പൊ പോവുകയാണ്. എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇവരെ നന്നായിട്ട് നോക്കണേ മോനെ. ഇവൻ കാരണം എന്റെ പണി തീരുമെന്നാണ് തോന്നുന്നത്. ഉടൻ തന്നെ ഞാൻ പോയി പിഗേറിയോട് പറയണം ശത്രുക്കൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അവരെവിടെയാണ് പോയി തൊലഞ്ഞത്? ആകാശം വിഴുങ്ങിയോ അതോ ഭൂമി അവരെ എടുത്തോ? പിഗോല, ഒളിച്ചോടി. നിനക്ക് എന്റെ മുന്നിലേക്ക് വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ മുന്നിലേക്ക് നീ ഒരിക്കലും വരരുത്. നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. നിൽക്ക് നിൽക്ക് നിൽക്ക്, പറയുന്നത് ഒന്ന് കേൾക്ക്. എന്റെ പൊന്നു പിഗേറിയ, ലുക്ക്. സന്ധ്യ കഴിഞ്ഞാൽ വെളിച്ചമില്ല, പകൽ സമയത്ത് ഇരുട്ടുമല്ല. എന്താ ശരിയല്ലേ? നല്ലൊരു കാര്യം പറയാൻ വരുമ്പോൾ നീ എന്റെ നാവിനെ പിടിച്ചടക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അതിനെ നശിപ്പിക്കാൻ നോക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. നീ എന്റെ ടീമിനെ പറ്റിച്ച് എന്നെ വിട്ടുപോയി. നമ്മുടെ ഗ്രഹത്തെ രക്ഷിക്കാനായിട്ട് നീ സഹായിച്ചില്ല. എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഗെറ്റ് ഔട്ട്. അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. ഞാനൊരു നല്ല വാർത്തയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം ആ ഏലിയൻസ് എന്റെ വീട്ടിലാണ് ഉള്ളത്. അവർ എന്റെ മോന്റെ സുഹൃത്തുക്കളായിരിക്കുകയാണ് ഇപ്പോൾ. അവരെ കുറിച്ച് അറിയാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇഡിയറ്റ്, ഉടൻ തന്നെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോ. പക്ഷേ എങ്ങോട്ടാ പോകേണ്ടതോ? ഇഡിയറ്റ്, ഇവന്റെ വീട്ടിലേക്ക് പോ. എന്നിട്ട് ഏലിയൻസിനെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുപോവാ. എല്ലാവരെയും പിടിച്ചോണ്ട് വരണോ? വേണ്ട, രണ്ടുപേരെ അവിടെ ഗോട്ടി കളിക്കാനായിട്ട് നിർത്തിയിട്ട് വാ. അവർ നന്നായിട്ട് ഗോട്ടി കളിക്കും. പക്ഷേ അതിൽ ആരെയാ വിട്ടിട്ട് വരേണ്ടത്? ഇഡിയറ്റ്! അങ്ങ് വീണ്ടും മറന്നു പോയി. എന്റെ പേര് ഇഡിയറ്റ് എന്നല്ല, പീഡിയറ്റ് എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ വിളിക്കേ, പീഡിയറ്റ്. ഓ, എന്റെ പൊന്നു പീഡിയറ്റ്, പെട്ടെന്ന് പോയി അവരെ പിടിച്ചോണ്ട് വാ. ഓക്കേ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, എന്റെ മോനൊന്നും സംഭവിക്കാൻ പാടില്ല. ഓക്കേ. നീ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂടുന്നത്? പച്ചമുളക് മുഴുവൻ കഴിക്കുന്നത് പിഗ്മാൻ ആണ്, നീ അല്ല. പച്ചമുളക് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇതിൽ എനിക്ക് ഒരുപാട് എനർജി കിട്ടും. പൊപ്പട്ടണം കിട്ടണം എനർജി. അതെയോ, അത് കൊള്ളാലോ. റോക്ക് ഓൺ ബ്രോ. ഇന്നാ കഴിക്ക് കഴിക്ക് കഴിക്ക്. റോക്ക് ഓൺ. ഒരുപാട് എനർജി കിട്ടിയിരിക്കുന്നു. പോപ്പറ്റ് ഇപ്പൊ ഒരു ഡ്രാഗൺ ആയിരിക്കുകയാണ്. പീഡിയറ്റ് എത്തിപ്പോയി.
അതെ, ഒരു മിനിറ്റ്. നിങ്ങൾ ആരാണ് ഈ പിഗോളയുടെ മകൻ? ഒരു പിഗിന്റെ മകൻ പിഗായി തന്നെ ഇരിക്കും. അതൊരിക്കലും പോപ്പറ്റോ ഒരു പൂച്ചയോ ആയിരിക്കില്ല. സംശയമുണ്ടോ? ഓ യെസ് യെസ്, നിങ്ങളൊക്കെ മാറി നിൽക്ക്. പിഗോള പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന്. എന്ത് ഡാഡ് പറഞ്ഞെന്നോ? ഓ, അദ്ദേഹമാണ് പറഞ്ഞത് ഏലിയൻസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഞങ്ങൾക്ക് അവരെ പിടിച്ച് പിഗേരെ അടുത്തേക്ക് കൊണ്ടുപോകണം. പക്ഷെ എങ്ങനെ ഞങ്ങളെ പിടിക്കും? നിങ്ങൾ വല്ല കയറും കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ നോ, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വലയുണ്ടല്ലോ. അല്ല, വല വെച്ച് നിങ്ങൾക്ക് മീനെ പിടിക്കാൻ കഴിയൂ, മൃഗങ്ങളെ പിടിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? ഹീസ് റൈറ്റ്. ഓ, എനിക്കിപ്പോൾ ചെറിയ സംശയം തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കയറ് തരുവോ പ്ലീസ്? ഞങ്ങൾ എന്തിനാ തരേണ്ടത്? ഞങ്ങളുടെ കയറ് ഞങ്ങൾ തരില്ല. ഓക്കെ, എന്നാ ഞാൻ പോവാ. അദ്ദേഹത്തിന്റെ പേര് ഇഡിയറ്റ് എന്നല്ല, പീഡിയറ്റ് എന്നാണ്. ഓ, കേട്ടോ കേട്ടോ കേട്ടോ, ഈ ഏലിയൻസിന് പോലും കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നു, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഓക്കെ പേടിയാൻ, നമുക്ക് ഇവരെ കൈകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാം. നീ പറഞ്ഞത് ശരി തന്നെയാ, പിടിക്കോ. അത്ര എളുപ്പത്തിൽ എന്നെ പിടിക്കാൻ കഴിയോ? ഒന്ന് പിടിച്ച് കാണിക്ക. Ringa ringa idiots, pocket full of idiots. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല, മനസ്സിലായോ? Shut up. തൊടാതെ എങ്ങനെയാണ് പിടിക്കാൻ കഴിയുക? തൊട്ടാലല്ലേ പിടിക്കാൻ കഴിയുള്ളൂ. That's a good point. ഈ പിഗ്മാൻ ഉള്ളപ്പോ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അയ്യോ, ഇവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതിന് വഴിയുണ്ട്. വേഗം ഇക്കിളി കൂട്ട്. ബണി ബോധം കെട്ട് വീണു. എടാ ആനക്കുട്ടി, ബണ്ണിയുടെ പുറത്തുനിന്ന് എഴുന്നേക്ക്. എല്ലാരും കിട്ടിപ്പോയി. എന്തായാലും ബോസ് വളരെ സന്തോഷിക്കും. വാ പോകാം. പിഗോലയുടെ മോനെ എന്താ ചെയ്യുക? അവൻ ഇവിടെ തന്നെ കിടക്കട്ടെ.
ഗെൻഡഗോൾ എത്തിപ്പോയടാ. വേഗം വാ, നമുക്ക് ഇവിടുന്ന് ഉടനെ പോകാം. വരൂ വരൂ, വെൽക്കം. നിങ്ങൾ എന്താണ് കരുതിയത്? ഞങ്ങളുടെ ഗ്രഹത്തിൽ വെച്ച് ഞങ്ങളെ അങ്ങ് പറ്റിച്ചു കളയാമെന്നോ? ഈ ഗ്രഹം എന്റെ അമ്മയാണ്. നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്ന അതിഥികളെ എങ്ങനെയാണോ ചെയ്യുന്നത്? അതിഥികളോ? ഏലിയൻസ് ഒരിക്കലും അതിഥികളല്ല. ഞങ്ങളുടെ റിസർച്ചിനുള്ള ഇരകളാണ്. നീ എന്തിനാണ് ഞങ്ങളുടെ ബുദ്ധിയെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നത്? ഭൂമിയിലുള്ളവരുടെ ബുദ്ധി വളരെ പവർഫുൾ ആണ്. ഞങ്ങളുടെ ബുദ്ധിയും പവർഫുൾ ആണ്. പക്ഷേ നിങ്ങളുടെ അത്ര പവർഫുൾ അല്ല. ഗെൻഡക്കോളുമായി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ളവരുടെ ബുദ്ധി ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. യുദ്ധം ചെയ്യാൻ ബുദ്ധിയുടെ ആവശ്യമേ ഇല്ല, അതിന് വേണ്ടത് ശക്തിയാണ്. ഗെൻഡക്കോളിന്റെ അടുത്ത് ശക്തി കാണിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അല്ല, ഈ ഗെൻഡഗോൾ എന്ന് വെച്ചാൽ ആരാണ്? ഗെൻഡാലാൻഡിന്റെ രാജാവാണ്. അവൻ വളരെ വലുതും ആപത്തു നിറഞ്ഞവനുമാണ്. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അവൻ ഞങ്ങളുടെ ഗ്രഹത്തിലെ ആൾക്കാരെ എല്ലാം അറ്റാക്ക് ചെയ്ത് അവരെ പൊക്കിക്കൊണ്ട് ഗെൻഡാലാൻഡിലേക്ക് പോവുകയാണ്. അവരെ വിടുകയുമില്ല. അപ്പൊ ആരാണ് നിങ്ങളുടെ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്? അവരെങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? അവർ വരാറില്ല. ഗെൻഡക്കോൾ അവരെയെല്ലാം നശിപ്പിക്കുകയാണ്. അവരെ എല്ലാവരെയും വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്റെ ഗ്രഹത്തിൽ ഞാൻ സമാധാനമായി ജീവിക്കുമായിരുന്നു. ഇനി ഞാൻ ഇത് അനുവദിക്കുകയില്ല. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അപ്പൊ അച്ഛനാരാണ്? അതെ അതെ, ഞാൻ ഇത് തന്നെ ആലോചിച്ചത്. ആരാ അങ്ങയുടെ അച്ഛൻ? നോക്കൂ, അവനെ നമുക്ക് ശക്തി കൊണ്ട് നേരിടാം. നീ പിടിക്കുമെന്നോ? അവനെ പിടിക്കാൻ നിന്നെ കൊണ്ടൊന്നും കഴിയുകയില്ല. പീഡിയറ്റിനെ കൊണ്ട് പോലും സാധിക്കാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ? പക്ഷെ ഇവൻ ഇഡിയറ്റ് അല്ലേ? ഇഡിയറ്റ് അല്ല, ഞാൻ പീഡിയറ്റ് ആണ്. ആ, അങ്ങനെയും പറയാം. എന്നാൽ നിന്റെ അടുത്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത് മാത്രമേ അതുള്ളൂ. സംശയമുണ്ടോ? സർ, ഇവർ പറയുന്നതൊന്നും കേൾക്കരുത്. ഗെൻഡഗോൾ നമ്മുടെ ഗ്രഹത്തിനകത്ത് തന്നെ ഉണ്ട്. എന്റെ ഗ്രഹത്തിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല, ഇതെല്ലാം എനിക്കറിയാം. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. ഗെൻഡഗോൾ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ലബോറട്ടറിയുടെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവരെ എന്താണ് ചെയ്യുക? ഇവരെ റൂമിലേക്ക് കൊണ്ടുപോയി അടച്ചിട്. റൂമിലേക്ക് കൊണ്ടുപോയി ഏതിലാണ് അടച്ചിടേണ്ടത്? ബോക്സിലാണോ അലമേരിലാണോ? ഒന്ന് കൺഫേം ചെയ്യ്. ഇഡിയറ്റ്, നീ എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ബോക്സിനകത്ത് ഞങ്ങളെ ഒരിക്കലും കൊള്ളുകയില്ല. ഞങ്ങൾ അലമാരയ്ക്ക് അകത്ത് വെച്ച് തന്നെ പൂട്ടിക്കോ. ഏയ്, ഞാൻ നിങ്ങളെ റൂമിനകത്ത് തന്നെ വെച്ച് പൂട്ടും. നാളെ രാവിലെ ഇവരെ നമുക്ക് റിസർച്ച് ചെയ്യണം. റിസർച്ച് രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടണം. അതിനുള്ള വഴി കണ്ടുപിടിക്കാം. എന്റെ മോനെ 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 മോനെ, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഡാഡ്? എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചത്? ദാ നോക്കു മോനെ, ഈ ലോകത്തിൽ എല്ലാവരെയും പറ്റിക്കുന്നതാണ്. കറണ്ട് ഇല്ലാത്ത വീട്ടിൽ പോലും കറണ്ട് ബില്ല് അടയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ എന്റെ ചോദ്യത്തിന് ഇതിന് എന്താണ് കണക്ഷൻ ഉള്ളത്? എല്ലാ കാര്യത്തിനകത്തും കണക്ഷൻ നോക്കരുത് എന്റെ പൊന്നുമോനെ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. അവരുമായിട്ട് നമുക്ക് കൂട്ടുവേണ്ട. കാരണം അവർ ഏലിയൻസ് ആണ്, അവർ ആപത്താണ്. അതുകൊണ്ടാണ് ആ ഏലിയൻസിനെ ഞാൻ പറ്റിച്ചത്. പക്ഷെ ആ ഏലിയൻസ് എന്റെ കൂട്ടുകാരാണ്. അവർ കൂട്ടുകാരല്ല മോനെ, അവർ ഏലിയൻസ് ആണ്, വെറും ഏലിയൻസ്. ജ്യേഷ്ഠനെ കുറിച്ച് ആലോചിച്ചു നോക്ക്. നന്നായിട്ട് ആലോചിക്ക്. ഇതുപോലെ ജ്യേഷ്ഠനെ സംഭവിച്ചിരുന്നെങ്കിലോ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടന്റെ ബുദ്ധി അവർ അഴിച്ചെടുത്ത് ഭൂമിയിൽ റിസർച്ച് ചെയ്യാണെങ്കിൽ ഭൂമിയിൽ ഇവർക്കൊരു കുടുംബം ഉണ്ടാകും. നമ്മൾ ജ്യേഷ്ഠന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അവിടെ ഇവരെയും ആരെങ്കിലും ഒക്കെ കാത്തിരിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. സോറി മോനെ, ഞാനൊന്നും ആലോചിച്ചില്ല. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. അവരെ രക്ഷിക്കാൻ ഞാൻ നിനക്ക് എല്ലാ സഹായവും ചെയ്തു തരാം. റിയലി ഡാഡ്? റെസ്ക്യൂ ടീമിനെ അയക്കാനായിട്ട് എത്ര സമയം എടുക്കും? തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും എടുക്കും. എന്റെ കുട്ടികൾ, അവരവിടെ എന്ത് ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അറിയില്ല. തുണികൾ മടക്കി വെക്കാൻ പറ്റിയത് പെട്ടികളാണ്. അമ്മാവ, ഒന്ന് ആലോചിച്ചു നോക്കൂ, അവർ കുട്ടികളാണ്. ദേ നോക്ക്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിക്കുവാനായിട്ടുള്ള പണികൾ തുടങ്ങിക്കോളൂ. എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. അവരവിടെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. സഹായത്തിനായി ഞാനുണ്ട്. പിഗ്മാൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കാണണം. ഞാൻ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാം. നീ വിഷമിക്കേണ്ട മോനെ. എന്നാൽ വേഗമാകട്ടെ, ഇപ്പൊ നേരം വെളുക്കാൻ പോവാണ്. റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിവിടെ എത്തിയിരിക്കണം. റോക്ക് ഓൺ ഡാഡ്. ആ ശരി മോനെ, റോക്കോൺ മോനെ, റോക്കോൺ.
നമ്മുടെ ബുദ്ധി പുറത്തേക്ക് എടുത്താൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധി ഇല്ലാന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഐ ആം ഓൾവേസ് റൈറ്റ്. ഈ പൂച്ച നല്ല പോസിറ്റീവ് ആണ്. നമുക്ക് ഇവനെ വെച്ച് ആദ്യം റിസർച്ച് ചെയ്യാം. സ്കാനിങ് തുടങ്ങിക്കോളൂ. ഇവന്റെ തലയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. വേണ്ട, വിട്ടേക്ക്. അങ്ങനെ ചെയ്യരുത്. തലയ്ക്കകത്തൊന്നും തന്നെയില്ല. ചിലർക്ക് ബുദ്ധി തലയ്ക്കകത്തല്ല, കാലിനകത്തുണ്ടാകും. ഇവന്റെ കാലുകൾ ഉടനെ സ്കാൻ ചെയ്യേ. കാലിനകത്തുമില്ലല്ലോ. ഇങ്ങനെ ഒരു പീസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെയാണ് ബുദ്ധി? എവിടെയാണ് ബുദ്ധി? പറയേ. അവനത് വീട്ടിൽ വെച്ചിട്ട് വന്നു. സംശയമുണ്ടോ? എനിക്കത് അറിയണമെന്നുണ്ടാ. നീ വീണ്ടും എത്തിയോ? ഞാൻ വന്നതിൽ എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? മനോഹരമായ കവിതകളാണ്. ആ കവിതകളെല്ലാം ഈ ബുക്കിനകത്തുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. നിന്നെ പോലുള്ളവർ ഇവിടെ ജീവിക്കുന്നത് എനിക്കൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. നിനക്ക് ബുദ്ധിയാണ് വേണ്ടതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ. എന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധി നീ എടുത്തോ. എന്നിട്ട് ഈ കുട്ടികളെ വെറുതെ വിട്ടേക്ക്. അല്ലെങ്കിൽ തീർച്ചയായും അവൻ വരും. ആര്? ശത്രുക്കളുടെ ശത്രു ഇതാ എത്തിപ്പോയി. പിഗ് മാൻ, പിഗ് മാൻ, പിഗ് മാൻ. ഇവന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേഗം പിടിക്ക് പിഗ്മാനെ. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാണ് പിഗ്മാന്റെ പി ബോംബ്. ശത്രുക്കളുടെ ശത്രു എന്നാ ഇവൻ എനിക്ക് എന്നും മിത്രം. ടിടിടിടിങ്. നിന്നെ കൊണ്ടൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം കഴിയും, എല്ലാം കഴിയും, എല്ലാം കഴിയും. എടാ മണ്ടന്മാരെ, നിന്റെ അമ്മാവന്റെ കല്യാണമാണോ? എന്തിനാ ഇങ്ങനെ കളിക്കുന്നത്? ഡാൻസ് കളിക്കുകയാണെങ്കിൽ ദേ ഈ പാട്ട് കേട്ട് കളിക്ക്. ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ് 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 ഹുക്ക് ഹായ് ഹുക്ക് ഹായ് ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ് 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 ഹുക്ക് ഹായ് ഹുക്ക് ഹായ് ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ്. ഓടിക്കോ മക്കളെ, ഓടിക്കോ. ഇതാ പിടിച്ചോ എന്റെ ഫ്രൂട്ട് ബ്ലാസ്റ്റ്. 30 days try pack. ഇതെന്താ ബ്യൂട്ടി പാർലർന്ന് കരുതിയോ? മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കാനായിട്ട്? ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. വേണേലൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. പിഗ്മാനോട് ചാലഞ്ച്. പിഗ്മാൻ ആരും വിടരുത്. എല്ലാരും തീർക്കണം, തീർക്കണം, തീർക്കണം. വേഗം വാ പിഗ്മാൻ, ഇവിടുന്ന് പോകാം. ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. രക്ഷപ്പെട്ടോ. വാക്വം സിസ്റ്റം ഓൺ ചെയ്യേ. ആ പൂച്ചയ്ക്ക് വല്ലാത്ത ബുദ്ധിയാണ്. പിടിക്കവന്. എന്തായാലും അവർ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവില്ല. വേഗം അതിൽ കേറാം. വേഗം വാ, പിടിക്ക. അവരുടെ പുറകെ വിട്ടോ.
ഏയ്, ഇനി നീ എവിടെ പോയി രക്ഷപ്പെടും? ഫയർ! സാർ, ഇവർ ഗണ്ടക്കോളുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. നീ വെറുതെ പേടിക്കണ്ട, നമുക്ക് അവരെ പിടിക്കണം. പുറകെ വിട്ടോ. പിഗിന്റെ മക്കളെ, എന്റെ അടുത്താണോ നിങ്ങളുടെ കളി? എല്ലാറ്റിനെയും ഞാൻ കാറ്റിൽ പറപ്പിക്കാം. വിട്ടോ. എന്റെ മിക്സിയും ഗ്രൈൻഡറും റിപ്പയർ ആയിരിക്കുകയാണ്. മാവരയ്ക്കാനും തുണി നനയ്ക്കാനും നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഗണ്ടക്കോളിനോട് അറ്റാക്കോ? ഞാൻ വിടില്ല, വിടില്ല. ആരെയും ഞാൻ വെറുതെ വിടില്ല. ഗോൾ നശിപ്പിക്കും ശത്രുക്കളെ ഞാൻ. എത്തിപ്പോയി പിഗ്മാൻ, പിഗ്മാൻ, പിഗ്മാൻ. ഹേയ് പിഗ്മാൻ, ഇനി നീ എന്റെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടമാണ്. ഇനി നീ എന്ത് ചെയ്യും? പറയാ. മാപ്പ് പറയും, മാപ്പ് പറയും, മാപ്പ് പറയും. മാപ്പ് പറയും, മാപ്പ് പറയും, മാപ്പ് പറയും. ദാ നോക്കു മോനെ, ഇത് മാപ്പ് പറയാനുള്ള സമയമല്ല. ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവൻ പോയാലും ധീരന്മാർ തോക്കാൻ പാടില്ല എന്ന്. അതുപോലെ ആയിരിക്കണം നീ. കാരണം നീ ഒരു നല്ല യോദ്ധാവാണ്. എല്ലാവർക്കും നീ ഒരു നല്ല ഹീറോ ആയിരിക്കണം. പക്ഷെ ഡാഡ്, ഇപ്പോഴത്തെ പ്രോബ്ലത്തിന് ഇതിന് എന്താണ് ബന്ധം? നോക്കു മോനെ, ഇതത്ര നല്ല സമയമല്ല. ഇതിനു മുമ്പ് ഗണ്ടക്കോൾ നിന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ നീ എന്താ ചെയ്തത്? വേഗം നിന്റെ പീൽ ബോംബ് എടുക്ക്. ഓക്കെ ഗോൾ, എന്റെ പക്കൽ നിനക്കായിട്ട് വാട്ടർ ബലൂൺ ബോംബ് ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാ പിന്നെ നിനക്ക് 3 ദിവസം കണ്ണ് കാണില്ല, കാണില്ല, കാണില്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആരെയും ഞാൻ വെറുതെ വിടില്ല, ആരെയും ഞാൻ വെറുതെ വിടില്ല. ഒരു പിഗിനെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂട്ടുകാരനെ തല്ലുന്നോ? നിന്റെ പണി ഞാൻ ഇന്ന് തീർക്കും. ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മാറി നിൽക്ക്. ഗണ്ടക്കോളിൽ നിന്നും എല്ലാവരും മാറി നിൽക്ക്. അത് ശരി, നീ കുടുങ്ങിയല്ലേ എന്റെ അടുത്ത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടോ.
പിടിക്കവനെ. ഹായ്, ആ. ബിഗ് മാൻ! ബിഗ് മാൻ! ബിഗ് മാൻ. എന്റെ കൂട്ടുകാരൻ എന്താ സംഭവിച്ചത്? അവനെ രക്ഷിക്കൂ പ്ലീസ്. പീഡിയറ്റ്, ഇവനെ എത്രയും പെട്ടെന്ന് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകും. ഇവന്റെ ബുദ്ധിക്ക് എന്തോ പരിക്ക് പറ്റിയിരിക്കുന്നു. അതിന് സാധ്യതയില്ല. ഇവന്റെ തലയ്ക്കകത്ത് ബുദ്ധി എന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതെന്താ? എന്നെ സ്കാൻ ചെയ്തു നോക്കിയപ്പോ നിങ്ങക്ക് ബുദ്ധി കണ്ടെത്താൻ കഴിഞ്ഞോ? എനിക്കറിയാം എന്റെ കൂട്ടുകാരനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന്. ആ? പച്ചമുളക് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇത് കഴിച്ചാൽ എനിക്ക് എനർജി കിട്ടും. ആ? ഏയ്, ആ, ആ, ഏയ്, പിഗിരി അങ്കിൾ, ഇവര് വളരെ നല്ലവരാണ്. പ്ലീസ് ഇവരെ പോവാൻ അനുവദിക്കണം. ഇവരെ റിസർച്ച് ചെയ്യരുത്. ബുദ്ധിയുടെ ആവശ്യം എന്റെ കോളിനെ പിടിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പോഴവനെ പിടിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അതെ അതെ, ഈ കുട്ടികളാണ് ഇതൊക്കെ ചെയ്തത്. ദയവായി അവരോട് ക്ഷമിക്കണം. ഞാൻ ഇവരെ റിസർച്ച് ചെയ്യുന്നത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. കുട്ടികളെ, നിങ്ങൾ സ്വതന്ത്രരാണ്. താങ്ക് യു അങ്കിൾ. പിഗ്മാൻ, ഞങ്ങൾക്കിനി ഒരിക്കലും ഭൂമിയിലേക്ക് പോകാൻ പറ്റില്ലെന്നാ കരുതിയിരുന്നത്. നീ കാരണ ഇതൊക്കെ സംഭവിച്ചത്. കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊക്കെ പോട്ടെ, നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ തിരിച്ചു പോകാൻ കഴിയുക? റോക്കറ്റ് ഇപ്പൊ കേടാണ്. ശത്രുക്കൾ ഫൈറ്റർ പ്ലെയിൻ ഉടൻ തന്നെ കൊണ്ടുവരൂ. അല്ല, ഇത് നമ്മുടെ മാഡമാണ്. കൂടാതെ കന്നാസാറിന്റെ അങ്കിളുമുണ്ട്. എന്റെ ജ്യേഷ്ഠൻ. എന്റെ മകൻ. വാവ്, ഞാനിതാ ഇവരുടെ സഹായത്താലാണ് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നത്. ഇവർ വളരെ നല്ലവരാണ്. മോനെ, പണ്ട് ഞാനൊരു കവിത കേട്ടിട്ടുണ്ട്. നീ വരുമ്പോൾ ആ കവിത നിനക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു വെച്ചു. നീ തിരിച്ചു വന്ന ഉടൻ തന്നെ ആ കവിത ഞാൻ നിന്നോട് പറഞ്ഞു. കണ്ടല്ലോ കണ്ടല്ലോ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എത്ര നല്ല കവിതയാ നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞത്. ചെടി വെക്കണമെങ്കിൽ വേണം നല്ല പൂത്തൊട്ടി. നഷ്ടപ്പെട്ടു പോയ മകനെ അവർക്ക് തിരിച്ചു കിട്ടി. അടികൈ. കൊള്ളാം, നിങ്ങളുടെ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എവിടുന്നാണ് ഇത്രയും നല്ല കവിത ചൊല്ലാൻ പഠിച്ചത്? എന്താണ് നിങ്ങളുടെ പേര്? ദാഹം തീർക്കണമെങ്കിൽ വേണം നല്ല മോര്. കന്ന എന്നാണ് എന്റെ പേര്. അടികൈ. ഇദ്ദേഹം കവിത പറഞ്ഞ് ഇവിടെയുള്ളവരുടെ പണി തീർക്കും. അതിനു മുമ്പ് ഇദ്ദേഹത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാം. സംശയമുണ്ടോ?